കോട്ടയത്ത് ചുവരെഴുത്തിനെ ചൊല്ലി UDF LDF പോര്. UDFിനായി ജോസഫ് വിഭാഗം കഴിഞ്ഞ ദിവസം എഴുതിയ ചുവരെഴുത്തിന് മുകളിൽ ജോസ് കെ മാണി വിഭാഗം LDFിനായി ചുവരെഴുതി. ഉടമയുടെ അനുമതിയില്ലാതെയാണ് UDF ചുവരെഴുതിയതെന്നാണ് LDFിന്റെ ആരോപണം. പ്രശാന്ത് തോട്ടുകലുണ്ട്. പ്രശാന്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ വളരെ സജീവമായി രാഷ്ട്രീയ ചർച്ചകൾ കോട്ടയത്ത് മുന്നോട്ട് പോവുകയാണ്. അവിടെ സ്ഥാനാർത്ഥി അവകാശവാദവുമായി UDFിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന്, കേരള കോൺഗ്രസിൽ നിന്ന് സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ തന്നെ രാഷ്ട്രീയമായ പ്രചരണം, അതിൻ്റെ ചൂട് ഉണ്ടാകുന്നു കോട്ടയത്ത് എന്നുള്ളതാണ് ഈ വാർത്തകളിലൂടെ എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇപ്പോൾ ഇതെന്താണ് സംഭവം? ഏതായാലും ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെ സീറ്റ് തർക്കങ്ങളും പ്രത്യാരോപണങ്ങളും ചരടുവലികളും ഒക്കെ എക്കാലവും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ കോട്ടയം ലോക്സഭാ സീറ്റ് സംബന്ധിച്ച് ആർക്ക് നൽകണമെന്നതിൽ UDFിന്റെ ഔദ്യോഗിക തീരുമാനം ഇനിയും ആയിട്ടില്ല. അതിനിടെയാണ് തെള്ളകത്ത് UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇന്നലെ ചുവരെഴുതിയിരുന്നു. ഈ ചുവരെഴുതിയതാകട്ടെ നിലവിലുള്ള MP തോമസ് ചാഴിക്കാടന്റെ സഹോദരന്റെ ഉടമസ്ഥയിലുള്ള പുരയിടത്തിന്റെ മതിലിലായിരുന്നു UDF ചുവരെഴുതിയത്. എന്നാൽ ഇത് LDF പ്രചരണത്തിന് വിട്ടു നൽകിയ മതിലാണെന്നും ഇവിടെ എഴുതിയത് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നുമാണ് LDF ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. ഈ സംഭവം വലിയ തരത്തിൽ വിവാദമായതോടുകൂടി ജോസഫ് വിഭാഗം നേതാക്കൾ മറ്റ് ആളുകളെ പറഞ്ഞുവിട്ട് ചുവരെഴുത്ത് നീക്കം ചെയ്തു. ഇതിനു മുകളിൽ ജോസ് കെ മാണി വിഭാഗം LDFിനായി ചുവരെഴുതി. കോട്ടയത്തിന്റെ സുവർണകാല എന്ന തരത്തിലാണ് LDFിന്റെ ചുവരെഴുത്ത് അവിടെ അവർ ചുവരെഴുതിയത്. അതേസമയം മതിൽ മാറിപ്പോയതാണെന്നും പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചല്ല എന്നുമാണ് ജോസഫ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നിലവിലെ MPയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ LDF സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള തോമസ് ചാഴിക്കാടന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള മതിലിൽ തന്നെയാണ് UDF ചുവരെഴുതിയത്. അത് മായ്ക്കുകയും അതിപ്പോൾ LDF അവിടെ പകരം എഴുതുകയും ചെയ്തിട്ടുണ്ട്.